സത്യത്തിന് അവസാനമില്ല. ദ സത്യം ഈസ് എവർലാസ്റ്റിംഗ്. ദറ്റ് എവർലാസ്റ്റിംഗ് ട്രൂത്ത്. ദ ട്രൂത്ത് ഈസ് എവർലാസ്റ്റിംഗ്. ഇതാണ് അതിൻ്റെ മഹത്വം. അതുകൊണ്ട് സത്യം സത്, അതിനടുത്ത പദം സു. സത്യം സത് സു. സത്യം സത്യമാണ്, അത് മനോഹരമാണ്, സുന്ദരമാണ്. സദാധർമ്മം, അതെപ്പോഴും ധർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ. സത്യം സത്സു സദാധർമ്മം. അടുത്തത് സത്യം ധർമ്മ സനാതനം. ഈ സത്യവും ആ സത്യത്തിൽ നിന്നുള്ള ധർമ്മവുമാണ് സനാതനം. സനാതനം എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളത്, ഭൂമിയുടെ ഉൽപ്പത്തിക്കും മുമ്പേ, ആകാശത്തിൻ്റെ സൃഷ്ടിക്കും മുമ്പേ ഉള്ളത്, പുരാതനമായത്, ആദിയിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇതിനെ ആൻഷ്യൻ്റ് എന്ന് പറയും. ആൻഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആകാശഭൂമിക്ക് മുമ്പേ പണ്ടേ ഉണ്ടായിരുന്നത്, പുരാതനമായതെന്നാണ് സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം. അതാണ് പറയുന്നത് സത്യം ധർമ്മ സനാതനം. ഈ സത്യവും സത്യത്തിൽ നിന്നുള്ള ധർമ്മവും അത് തന്നെയാണ് പണ്ടേ ഉണ്ടായിരുന്നത്. അടുത്തല്ലേ, സത്യം ഏവ നമസ്യേത. സത്യത്തെ എപ്പോഴും വണങ്ങണം, എപ്പോഴും അതിനെ പിൻപറ്റണം, സത്യത്തെ തന്നെ അനുകരിക്കണം. സത്യമേവ നമസ്യത എന്ന് എപ്പോഴും നമസ്യത, അതിനെ ബഹുമാനയോഗ്യമായതാണ്, നമസ്കരിക്കാൻ തക്കവണ്ണ യോഗ്യമായത്. അതാണ് സത്യത്തിന് മുമ്പിൽ കീഴ്പ്പെടാൻ വേണ്ടിയിട്ട് പ്രമാണങ്ങൾ അനുശാസിക്കുന്നില്ലേ. അതാണ് സത്യം സത്സു സദാധർമ്മം. സത്യം ധർമ്മ സനാതനം. സത്യമേവ നമസ്യേത. സത്യം ഹി, അസത്യം മാത്രമേ പരമാഗതി. ദൈവത്തിന് സ്തോത്രം. സത്യം മാത്രമേ പരമാഗതി. എങ്ങോട്ടാ? മുകളിലേക്ക് പോകാനുള്ള വഴി. സത്യം മാത്രമേ ദൈവസന്നിധിയിലേക്ക് പോകുവാനുള്ള വഴിയായിട്ട് ഉള്ളൂ, വേറെ ഒരു വഴിയുമില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സത്യം സത്സു സദാധർമ്മം. സത്യം ധർമ്മ സനാതനം. സത്യമേവ നമസ്യേത. സത്യം ഹി പരമാഗതി. അടുത്തത് സത്യം ധർമ്മ സ്തപോ യോഗ എന്ന് പറഞ്ഞാൽ സത്യം, അതിലും നിന്നുള്ള ധർമ്മവും, യോഗ എന്ന് പറഞ്ഞാൽ ഭക്തി നിർഭരമായതും ആരും അംഗീകരിക്കത്തക്കതും ബഹുമാന യോഗ്യമായതും. അതാണ് സത്യം ധർമ്മ സ്തപോ യോഗ. അടുത്തത് സത്യം ബ്രഹ്മ. ഈ സത്യം തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഹോളി, മലയാളത്തിൽ പരിശുദ്ധം, സംസ്കൃതത്തിൽ ബ്രഹ്മ. ഇതാണ് അതിൻ്റെ അർത്ഥം. ഈ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ 4 തല വെച്ചിട്ടുള്ള ബ്രഹ്മാവാണെന്ന് ആരും കരുതരുത്. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഹോളി. ശരിക്കും ബ്രഹ്മ, ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവ. അതിനെ വേറെ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത ആളുകളെ അതിൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഓരോന്നിവിടെ ആചാര്യന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സത്യം ബ്രഹ്മ സനാതനം. ഈ സത്യം പരിശുദ്ധമാണ്. ഇത് തന്നെയാണ് പണ്ടേ ഉണ്ടായിരുന്നത്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിനു മുമ്പേ ഉണ്ടായിരുന്നത് സത്യവും സത്യത്തിൽ നിന്നുള്ള ധർമ്മവും സത്യമായ ബ്രഹ്മവും. ഇത് തന്നെയാണ് പണ്ടേ ഉണ്ടായിരുന്നത്. സത്യം ബ്രഹ്മ സനാതനം. അടുത്തത് സത്യം ധർമ്മ സ്തപോ യോഗ. സത്യം ധർമ്മമാണ്. ആ സത്യവും ധർമ്മവും അത് തന്നെ സ്തപോ യോഗ. സത്യം ധർമ്മ സ്തപോ യോഗ. സത്യം ബ്രഹ്മ സനാതനം. അടുത്ത നോക്കണം, സത്യം യക്ഷ ഓൺ ദി ക്രോസ്. സത്യം യക്ഷ പരപ്രോക്ത. സത്യം ഒരു യാഗമാകണം, ഒരു പവിത്ര യാഗമായി തീരണം. ആർക്ക് വേണ്ടി? പരപ്രോക്ത, ജനങ്ങൾക്ക്, മനുഷ്യർക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി. സത്യം മറ്റുള്ളവർക്ക് വേണ്ടി, അവരുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഒരു യാഗം, യജ്ഞ. സത്യം യജ്ഞ പരപ്രോക്ത. സത്യം യക്ഷ പരപ്രോക്ത.
യക്ഷ എന്ന് പറഞ്ഞാൽ ദ സാക്രിഫൈസ്, ദ ഹോളി സാക്രിഫൈസ്. സത്യം യക്ഷ പരപ്രോക്ത. ഇങ്ങനെ ഈ സത്യം അത് പണ്ടേ ഉള്ളതാണ്. അതിൽ നിന്ന് തന്നെയാണ് ധർമ്മം വരുന്നത്. അതാണ് പണ്ടേ ഉണ്ടായിരുന്നത്. അത് ഏറ്റവും ബഹുമാനയോഗ്യമാണ്. ഏവരും നമസ്കരിക്കേണ്ടതാണ്. അതിൽ നിന്ന് വരുന്ന ധർമ്മമാണ്. അതും പണ്ടേ ഉള്ളതാണ്. ആകയാൽ സത്യത്തെ എപ്പോഴും ബഹുമാനിക്കണം, ആദരിക്കണം, കീഴ്പ്പെടണം. ഈ സത്യം സകലവിധ ഭക്തിക്കും അപ്പുറം ഈ അതായത് ഋഷിവര്യന്മാരുടെ തപസ്സിനേക്കാൾ യോഗ്യമായതും. ആകയാൽ ഈ സത്യം അത് തന്നെ വേണം ഒരു സാക്രിഫൈസ്, ഒരു യാഗമായി തീരാനും. ആ യാഗം സകല മനുഷ്യരുടെയും മോക്ഷപ്രാപ്തിക്കും വേണ്ടി ഉള്ളത് ആയിരിക്കും. ഇങ്ങനെ സർവം സത്യേ പ്രതിഷ്ഠിതം. സത്യം യക്ഷ പരപ്രോക്ത സർവം സത്യേ പ്രതിഷ്ഠിതം. There is established, the Lord Almighty was established through his truth. ദൈവം, അത്യുന്നതനായ ദൈവം സകലതും തൻ്റെ സത്യത്താൽ ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കിയിരിക്കുന്നു. Nobody can change it. ഒരൊറ്റ മനുഷ്യരാലും ഇത് മാറ്റാനോ ഇതിൽ നിന്നും എന്തെങ്കിലും നീക്കിക്കളവാനോ ഇതിനോട് കൂട്ടാനോ ഇതിനെ കുറയ്ക്കാനോ ആകില്ല. എല്ലാ മനുഷ്യരും ഇത് അംഗീകരിക്കാൻ യോഗ്യം. ഇതല്ലാതെ മറ്റൊരു വഴി ഇല്ല. ഇനി ഹിന്ദു എന്ന പദം എങ്ങനെ വന്നു, എപ്പോൾ വന്നു? ഹിന്ദു എന്നത് ധർമ്മമാണോ? രണ്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് അത് ധർമ്മമാണോ? ഈ സത്യം സത്സു സദാധർമ്മം എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾക്ക് അടിസ്ഥാനമുള്ളതാണോ ഇല്ലയോ എന്നുള്ളത് അടുത്ത വീഡിയോ ക്ലിപ്പിൽ മറക്കാതെ കാണുക. ഗോഡ് ബ്ലസ് യു.